ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മോഡേൺ ലുക്കിനെ പറ്റിയിട്ടാണ്. മിക്കവരും മോഡേൺ ലുക്ക് ആവാൻ നോക്കിയിട്ടും പറ്റാത്ത ഒരു കാര്യമായിരിക്കാം. നമ്മളെ കാര്യമല്ല പറയുന്നത്, പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം. ടോക്ക് ചെയ്ത് വെറുതെ ടൈം കളയുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഹെയറിനെ പറ്റി ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഹെയർ ഇപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന ടൈമായാലും നമ്മൾ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ചേരണ ഹെയർ സ്റ്റൈൽസ് നമുക്ക് കിട്ടണം. നല്ല ഹെയർ സ്റ്റൈൽസ് നല്ലോണം ഇരിക്കണമെങ്കിൽ പോലും നമ്മൾ ഷാമ്പു യൂസ് ചെയ്യണം. അതായത് മുടിയിലധികം ഓയിൽ പാടില്ല. നല്ല ഓയിലി ഹെയർ ആണെങ്കിൽ നമ്മുടെ ഹെയർ സ്റ്റൈലിന് നമ്മൾ ഫുൾ ലുക്കിനെ തന്നെ അത് അഫക്റ്റ് ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മേക്കപ്പ്. നമുക്ക് മോഡേൺ ഡ്രസ്സിന് ഇപ്പം നമുക്ക് ചേരണ മേക്കപ്പ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പം മേക്കപ്പ് പ്രോഡക്റ്റ്സിനെ കുറിച്ചല്ല പറയണത്. നമുക്ക് ഓരോ ടൈപ്പ് മേക്കപ്പും ഉണ്ട്. അതായത് മൊത്തത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പോൾ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള മേക്കപ്പ്, മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിൽ വേറെ ടൈപ്പ് മേക്കപ്പ്, അങ്ങനെയൊക്കെ നമ്മൾ മിക്കവാറും ഇടുന്നത്. അപ്പോൾ മിക്കവരും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണെന്നല്ല, മിക്കവരും ഞാൻ അങ്ങനെ ഇടുന്നത്. ഞാൻ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ ഇടുന്ന മേക്കപ്പ് ആയിരിക്കില്ല ഞാൻ മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ ഇടുന്നത്. എനിക്ക് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ ഇടപ്പം ഫേസ് കുറച്ച് ഗ്ലോ ആയിട്ട്, ഫേസ് നല്ല ഒരു ഓയിലി ലുക്കാണെങ്കിലും എനിക്കത് പ്രോബ്ലം ഇല്ല, എനിക്കത് ഓക്കെയാണ്. പക്ഷേ ഞാൻ മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ അങ്ങനെ ആയിരിക്കില്ല. ഞാൻ കോമ്പാക്റ്റ് ഇട്ട് വയ്ക്കും. ഇപ്പോൾ ഏത് മേക്കപ്പ് ചെയ്താലും ഞാൻ മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ കോമ്പാക്റ്റ് ഇട്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫേസ് മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ ഓയിലി ആയിട്ട് എനിക്ക് യാതൊരു ഇഷ്ടമല്ല. നല്ല ഗ്ലോയിങ്, നല്ല ഗ്ലേസിങ്, അതെനിക്ക് അത്ര ഇഷ്ടമല്ല. മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ എന്തായാലും ജീൻസിൻ്റെ ടൈമിൽ മൊത്തം ഞാൻ എവിടെയെങ്കിലും പോപ്പഴും, അല്ലാതെ എപ്പോഴും ഞാൻ ഇട്ടു നടക്കുമെന്നല്ല, എവിടെയെങ്കിലും പോപ്പഴും മേക്കപ്പ് ഇടുന്ന ടൈമിലാണെങ്കിൽ കോമ്പാക്റ്റ് ഇട്ടിരിക്കും അതിൻ്റെ കൂടെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മേക്കപ്പിൻ്റെ സംഭവമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന ആക്സസറീസ്. ഇപ്പം എന്താണ്, ഹെയർ ആക്സസറീസ് ആവാം, അല്ലെങ്കിൽ വേറെ ആവാം, നമുക്ക് ഇയറിങ്സ് ആവാം, മാല ആവാം, നമ്മൾ ചെയിൻ ആവാം. എല്ലാം നമ്മൾ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ ഇടുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ ജീൻസിൻ്റെ കൂടെ, നമ്മൾ മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ ഇടുന്നത്. നമ്മൾ ഹെയർ ആക്സസറീസ് പോലും നമ്മൾ ചേഞ്ച് വരുത്തണം. ഇപ്പം നിങ്ങൾക്കൊരു ക്യൂട്ട് ലുക്കാണ് ആവശ്യമെങ്കിൽ മൊത്തത്തിലൊരു ക്യൂട്ട് ലുക്കാക്കും. ഒരു ആറ്റിറ്റ്യൂഡ് ലുക്കാണെങ്കിൽ മൊത്തത്തിലൊരു ആറ്റിറ്റ്യൂഡ്. ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് മാറി മറിഞ്ഞ് കിടക്കും. അത്ര രസം കാണാൻ, നിങ്ങൾ കാണാൻ ഒരു ടിക്ടോ ആ ഒരു ലുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഷൂ ഇടുന്ന ടൈമിൽ നീറ്റാക്കി വെക്കണം. അതുപോലെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആക്സസറീസിൻ്റെ കാര്യം. ഇപ്പം നിങ്ങൾ ഇയറിങ്സ് ഉണ്ടെങ്കിൽ ഈ ജീൻസിലൂടെ മൊത്തത്തിൽ ഇപ്പം നിങ്ങൾ അതായത് ക്രോപ്പായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നു, ക്രോപ്പായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നു, നിങ്ങൾ ജീൻസ് ഇടുന്നു, ഹെയറൊക്കെ നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ട് നിങ്ങൾ ജുംക്കയിട്ട് എങ്ങനെ ഇരിക്കും? ഒരു വെറൈറ്റി ലുക്ക് ആണെങ്കിൽ പോലും അത് ജീൻസിൻ്റെ കൂടെ അത്ര നല്ലതെന്ന് ഞാൻ പറയത്തില്ല. ജീൻസിൻ്റെ കൂടെ എപ്പോഴും നല്ലത് നിങ്ങൾ ഈ സ്റ്റഡ്, കുട്ടി സ്റ്റഡാവാം, വലിയ സ്റ്റഡ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അത്യാവശ്യം സ്റ്റഡ്, പിന്നെ ഈ കല്ലില്ലാത്ത സ്റ്റഡ്, സ്റ്റോണൊന്നും വരാത്ത സ്റ്റഡ് ഇടുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ പറയുകയാണെങ്കിൽ ഷൂ ഉണ്ടെങ്കിൽ ജീൻസിൻ്റെ കൂടെ ഏത് ടോപ്പ് ഇട്ടാലും, നിങ്ങൾ ജീൻസിൻ്റെ ഏത് ലുക്ക് ട്രൈ ചെയ്താലും അടിപൊളിയായിരിക്കും. ഷൂ എന്നൊക്കെ പറയപ്പോഴ് നിങ്ങൾ ഷൂ നല്ല ക്ലീൻ ആക്കി തന്നെ വെക്കണം, ക്ലീൻ ആക്കി വെക്കാൻ തന്നെ നോക്കണം. പിന്നെ വേറെയുള്ള കാര്യം എന്ന് വെച്ചാൽ ഡ്രസ്സ് ചെയ്താൽ ഒരു ടിപ്പ് ടോപ്പ് ലുക്ക് വരണമെങ്കിൽ നിങ്ങളിപ്പം വൈറ്റ് ഷൂ, ബ്ലാക്ക് ഷർട്ട്, അത് പിന്നെയും കുഴപ്പമില്ല. അതിലൂടെ ബ്ലൂ ജീൻസ്, അതൊട്ടും കുഴപ്പമില്ല, ഓക്കെ, പ്രശ്നമില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരേ കളർ ഡ്രസ്സ്, അതായത് ഇപ്പം നിങ്ങൾ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് ഒരു ബ്ലൂ ജീൻസ് ഇട്ടെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾ ഇടേണ്ട ഷൂ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഗ്രേ ആയിരിക്കണം, അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കണം. വൈറ്റ് ഇട്ടാൽ ആ ഒരു ഇത് കിട്ടത്തില്ല. ഗ്രേയിൻ്റെയും ബ്ലാക്കിൻ്റെയും കൂടെ കിട്ടുന്ന ആ ഒരു ലുക്ക് ഇതിന് കിട്ടില്ല. അപ്പോൾ ഞാൻ ഗ്രേ തന്നെയാണ് ഇടുന്നത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ബ്ലാക്ക് ഡ്രസ്സ് ഇടണമെങ്കിൽ ഞാൻ കൂടുതലിടുന്നത് ഈ ബ്രൗൺ കളർ ലിപ്സ്റ്റിക് ആയിരിക്കും. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി. ഇപ്പം നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത് നിങ്ങളിടാം. പിന്നെ വേറെയുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഹെയർ സ്റ്റൈല്, ഇപ്പോൾ നമ്മൾ ജീൻസൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ച് മുടി ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കെട്ടണേനെക്കാട്ടി നല്ലത് മുടി പോണിറ്റെയില, അല്ലെങ്കിൽ പിരുത്തിട്ട പോലും കുഴപ്പമില്ല, നിങ്ങൾ പോണിറ്റെയിൽ. അല്ലാതെ ഈ ട്രഡീഷണൽ ലുക്ക് മോഡേൺ ലുക്കും കൂടെ മാച്ച് ചെയ്താൽ അതിൻ്റെ ലുക്ക് മൊത്തത്തിലങ്ങ് മാറിപ്പോവും, അത് വേറൊരു ലുക്കായിട്ട് മാറും. സോ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് പകുതിയും മാറും. അടുത്തായിട്ട് പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം തന്നെ ഷാമ്പൂവിൻ്റെ, രണ്ടാമത് മേക്കപ്പിൻ്റെ, പിന്നെ ആക്സസറീസിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഷൂവിൻ്റെ ഒക്കെ കാര്യങ്ങൾ, പിന്നെ ഡ്രസ്സിൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു ക്രോപ്പ്, അതായത് നിങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ഇടണമെങ്കിൽ ലൂസായിട്ടുള്ള ടോപ്പ് ഇടുക, ടൈറ്റ് ആയിട്ടുള്ള ടോപ്പാണെങ്കിൽ ലൂസായിട്ടുള്ള ജീൻസ് ഇടുക. ഇത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മെയിനായിട്ട് നിങ്ങൾക്ക് ഈ ജീൻസിലൂടെ ഹീൽസ് ഇടുന്നവരുണ്ടായിരിക്കും, ബട്ട്
ഷൂ ആണ് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ ഹൈറ്റ് കുറവായിട്ട് എന്നെ പോലെ ഹൈറ്റ് കുറവായിട്ടുള്ളവർക്ക് ഹീലിടാം. ജീൻസിലൂടെ ഇടാൻ പറ്റിയ കുറച്ച് മോഡേൺ ഹീൽസ് ഉണ്ട്, അത് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ മിക്കതും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് മിക്ക ലുക്കും അതായത് നിങ്ങൾക്ക് കുറച്ച് മോഡേൺ ലുക്കായിട്ട് കിട്ടും. അതുപോലെ ഞാൻ ജീൻസിനോടെ പൊട്ടിയിടത്തില്ല. ഞാൻ ട്രഡീഷണൽ ലുക്കിനോട് എനിക്ക് തോന്നുന്നെങ്കിൽ വല്ലപ്പോഴൊക്കെ ഞാൻ പൊട്ടിയിടാറുണ്ട്. പക്ഷേ ജീൻസ് എന്ത് വന്നാലും ഞാൻ ജീൻസിലൂടെ പൊട്ടിയിടുന്ന ഐറ്റം അത് എനിക്ക് പറ്റത്തില്ല. എനിക്ക് അത് ചെറുതില്ല, അതായത് ചെറുതിൽ ആ ടൈമിൽ നമുക്ക് അറിയത്തില്ല. ഇപ്പം നമ്മൾ കുറച്ച് മെച്ചൂർഡായി, നമുക്ക് അത്യാവശ്യം ഇന്നതാണ് ഇതിൻ്റെ കൂടെ ഇന്നതാണ് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മേക്കപ്പ് ചെയ്യുക. മേക്കപ്പ് അതാണ് മെയിൻ. ഇപ്പം മേക്കപ്പ് ചെയ്യാത്തവർ ഞാൻ അധികം മേക്കപ്പ് ചെയ്യില്ല, കൂടി പോയ ലിപ്സ്റ്റിക്ക് ഞാൻ അത്രേ ഇടുള്ളൂ, അല്ല മേക്കപ്പ് അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സ്കിൻ കെയർ നിങ്ങളുടെ ലുക്കിനെ മൊത്തത്തിൽ അതായത് 50% നിങ്ങളുടെ ലുക്കിനെ മാറ്റും. എൻ്റെ ലുക്കിനെ മാറ്റിയതിൻ്റെ മെയിൻ കാര്യം തന്നെ സ്കിൻ കെയറാണ്. എൻ്റെ സ്കിന്ന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുകയും ചെയ്തു. എൻ്റെ സ്കിൻ കെയറിലൂടെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുകയും ചെയ്ത് എൻ്റെ സ്കിന്ന് മാറുകയും ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യവും പെട്ടെന്ന് റിസൾട്ട് തരത്തില്ല. എന്നാൽ പെട്ടെന്ന് റിസൾട്ട് തരുന്ന മിക്ക കാര്യങ്ങളും അത്ര നല്ലതും ആയിരിക്കില്ല. സോ സ്കിൻ കെയർ ഒക്കെ പതിയെ റിസൾട്ടിലോട്ട് വരത്തുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾ ടാബ്ലറ്റ് കഴിച്ചിട്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ നോക്കിയെന്ന് വെച്ചോ, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നെന്നും വെച്ചോ, ആ ഒരു ടാബ്ലറ്റ് മിക്കവാറും അത്ര നല്ലതായിരിക്കത്തില്ല. ഇപ്പം നിങ്ങൾ എന്ത് കാര്യത്തിലുള്ളതാണെങ്കിലും ഞാൻ പറയുന്നത് അത് നല്ലതായിരിക്കത്തില്ല. നമ്മൾ പതിയെ റിസൾട്ട് വരുന്നതായിരിക്കും കൂടുതലും നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ സ്കിൻ കെയറിൻ്റെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നിന്ന് ആ വീഡിയോസ് എടുത്ത് കാണാവുന്നതായിരിക്കും. സ്കിൻ കെയർ മെയിനാണ്, ഒരിക്കലും മറക്കരുത്. സ്കിൻ കെയറാണ് ഏറ്റവും മെയിനായിട്ടുള്ളത് ഇതിലെല്ലാം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.